കലംകാരി ചിത്രങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം ആന്ധ്രാപ്രദേശ്. പ്രശസ്ത ചിത്രം അവസാന അത്താഴം വരച്ചതാര്? ലിയനാർഡോ ഡാവിഞ്ചി. ഡോക്ടർ എം വി കൃഷ്ണൻ ആരായിരുന്നു? ശില്പി. ലിൻസീഡ് ഓയിൽ ഏതു നിറത്തോടാണ് ചേർക്കുക? ഓയിൽ പെയിന്റിംഗ്. ഭാരതീയ കലാസിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി എത്ര കലകളാണുള്ളത്? 64 കലകൾ. അമൃത ഷർഗിലിൻ്റെ ചിത്രങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭാരത ഗ്രാമീണ സംസ്കൃതി. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുടെ പകർപ്പെടുത്തത് അന്ന് എപ്രകാരമാണ്? ഒലിയോഗ്രാഫ് പ്രിന്റ്. എല്ലോറ അമ്പലങ്ങളുടെ പ്രത്യേകത? ഏകശിലാ ക്ഷേത്രം. കേരളീയ ചുമർ ചിത്രങ്ങളുടെ സ്വഭാവം. രേഖകളുടെ പ്രാധാന്യം. ശ്രീ ചിത്ര ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. മാവേലിക്കരയിലെ രാജാ രവിവർമ്മ സ്കൂൾ ഓഫ് പെയിന്റിങ്ങിൻ്റെ സ്ഥാപകൻ രാമവർമ്മ. ഡ്രൈ പോയിന്റ് രചന എന്തിനു വേണ്ടിയാണ്? എച്ചിങ് പകർപ്പ് ചിത്ര നിർമ്മാണത്തിന്. സൽവദോർ ഡാലി എന്ന ചിത്രകാരൻ ഏത് ശൈലിയിലുള്ള ചിത്രങ്ങളാണ് വരച്ചത്? സർ റിയലിസ്റ്റ് ചിത്രങ്ങൾ. താന്ത്രിക് രൂപങ്ങളെ ആധാരമാക്കി അധികം ചിത്രങ്ങളും വരച്ച കലാകാരനാരാണ്? കെ വി ഹരിദാസൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സഹായിക്കണേ കൂട്ടുകാരെ. എലിഫൻ്റ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബോംബെ. മഹാബലിപുരത്തെ പർവ്വത ശില്പങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? പല്ലവകാലത്ത്. ആക്രിലിക് നിറങ്ങളുടെ പ്രത്യേകത? വേഗത്തിൽ ഉണങ്ങുന്നു. ഒരു ചിത്രകലാ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ട ആവശ്യ ഗുണം? സൗന്ദര്യബോധം. ഒരു ചിത്രകലാധ്യാപനത്തിൽ ക്ലാസ് മുറിയിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? വിമർശനാത്മകം. ഒരു ജലച്ഛായ ചിത്രത്തിൻ്റെ സഹജമായ ഗുണം? സുതാര്യത, ട്രാൻസ്പെറൻസി. ഒരു ജലച്ഛായ സുതാര്യത. സ്കൂൾ ആർട്ട് ഗാലറിയിൽ ആരുടെ ചിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്? കുട്ടികളുടെ തനതു ചിത്രങ്ങൾക്ക്. ചിത്രകലയുമായി അടുത്ത ബന്ധമുള്ള ഒരു കേരളീയ നാടൻ കലാരൂപം? തെയ്യം. പ്രസിദ്ധമായ അൾട്ടാമിറ ഗുഹ ചിത്രങ്ങൾ ഏതു രാജ്യത്താണ്? സ്പെയിൻ. പരമ്പരാഗത കേരളീയ ചുമർ ചിത്രകലയുടെ വർണ്ണ സംവിധാനം ബന്ധപ്പെട്ടിരിക്കുന്നത്? പഞ്ചവർണ്ണ സംവിധാനം. കൈലാസനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എല്ലോറ ഗുഹാക്ഷേത്രം. ചരിത്ര പ്രാധാന്യമുള്ള സ്റ്റോൺ ബ്രേക്കേഴ്സ് എന്ന ചിത്രം വരച്ച കലാകാരൻ? ഗസ്റ്റവ് കോർബെ. ഒരു നിറം മാത്രം ഉപയോഗിച്ച് ചിത്രം പൂർത്തിയാക്കുന്നതിന് എന്തു പറയുന്നു? മോണോക്രോം പെയിന്റിംഗ്. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രപ്രവേശന വിളംബര സ്മാരക ശില്പം ആരുടെ? ഡി പി റോയ് ചൗധരി. കെ കെ ഹബ്ബാർ ഒരു ഡാഷാണ്? ചിത്രകല. അലക്സാണ്ടർ കാൽഡർ എന്ന കലാകാരൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിഭാഗം ഏതാണ്? പ്രതിമാ നിർമ്മാണം. ബാത്തിക് പെയിന്റിങ്ങിന് ഡാഷ് ഉപയോഗിക്കുന്നു? മെഴുക്. ഗോർണിക്ക എന്ന പ്രശസ്ത ചിത്രം വരച്ചതാര്? പാബ്ലോ പിക്കാസോ. അതാ അച്ഛൻ വരുന്നു എന്ന വിഖ്യാത എണ്ണച്ചായ ചിത്രം വരച്ചതാര്? രാജാ രവിവർമ്മ. എസ് കന്നിയപ്പൻ ഏത് വിഭാഗത്തിലെ കലാകാരനാണ്? ശില്പം. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? രാമവർമ്മ. കെ വി ഹരിദാസൻ എന്ന ചിത്രകാരൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിഭാഗം? താന്ത്രിക് രൂപധാര ചിത്രരചന. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ചുമർ ചിത്രത്തിൻ്റെ പേര്? ഗജേന്ദ്രമോക്ഷം. രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്? കേരള സർക്കാർ. പത്മപാണി എന്ന ചുവർച്ചിത്രം ഏതു ഗുഹയിലാണ്? അജന്ത.